ഹോം. നമ്മൾ ഈ ഭാഗവത ധ്യാനം വഴി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ ഭാഗങ്ങളെക്കുറിച്ചാകുന്നു. ഈ ഏഴാമത്തെ സ്കന്ധത്തിലെ സദാചാര വർണ്ണനം എന്ന് പറയുന്ന ഭാഗങ്ങളെക്കുറിച്ച് 10-12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ അന്തേവാസിയായിട്ട് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞാദികൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അവിടെ നിന്നും ഇറക്കുന്ന സോവിനിയറി ഈ ഏഴാമത്തെ സ്കന്ധത്തിലെ സദാചാര വർണ്ണനയെക്കുറിച്ച് മോക്ഷം എന്ന പേരിലൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ നിന്നുകൊണ്ട് ഏഴാമത്തെ സ്കന്ധത്തിലെ സദാചാര വർണ്ണനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അന്ന് ആ ലേഖനത്തിൽ എഴുതിയതുപോലെ ഒന്നിവിടെ വിചാരം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം ഞാനൊരിടത്ത് ചാതുർവർണ്ണയത്തെക്കുറിച്ച്, വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു നോട്ട്സ് പ്രബന്ധം പോലെ അവതരിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗത്തെ കൂടി നമ്മളിവിടെ വിചാരം ചെയ്യുവാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഞാൻ അന്ന് ആ ലേഖനത്തിൽ എഴുതിയത് പ്രകാരം മോക്ഷം എന്നുള്ള ആ സോവിനിയറിലെ വിഷയത്തെക്കുറിച്ചിട്ടൊന്നിവിടെ പറയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എട്ടാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ് സദാചാര വർണ്ണനയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. അപ്പോ ആ ഏഴാമത്തെ സ്കന്ധത്തിലെ വിഷയം ശുഭാശുഭങ്ങളായ കർമ്മവാസനകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ബോധിപ്പിക്കുന്നതാണ്. അവിടെ സാധുക്കളെ ആദരിച്ചാൽ നല്ല സംസ്കാരം ഉണ്ടാവും, സാധുക്കളെ അനാദരിച്ചാൽ ചീത്തവാസനയും ഉണ്ടാകും എന്ന് നമുക്ക് കഥ കേൾക്കുവാൻ സാധിച്ചു, തത്വം ബോധിക്കുവാൻ സാധിച്ചു. നല്ല സംസ്കാരത്തിന്റെ ഉദാഹരണമായിട്ട് പ്രഹ്ലാദനെയും ചീത്ത സംസ്കാരത്തിന്റെ ഉദാഹരണമായിട്ട് ഹിരണ്യകശിപുവിനെയും നമുക്ക് കാണുവാനും സാധിച്ചു. ജന്മം കൊണ്ട് എങ്ങനെ ഉള്ളവരായാലും സദാചാരത്താൽ മോക്ഷം നേടാമെന്നാണ് 5 അധ്യായങ്ങളിലൂടെ പറയുന്നത്. ഇവിടെ ഈ കഥ പറയുന്നത് 3-ാമത്തെ ദിവസത്തെ തനുമാനസ എന്ന യോഗഭൂമികയിലെ അവസാന ഭാഗമായിട്ടാണ് സദാചാര വർണ്ണനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അത് മനസ്സിന്റെ നിശ്ചലതയ്ക്കുള്ള നിരവധി മാർഗങ്ങളാണ് നമുക്ക് 3-ാമത്തെ ദിവസത്തെ കഥകളിൽ പ്രത്യേകിച്ചും 7-ാമത്തെ സ്കന്ധത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ആ മനസ്സ് നിശ്ചലമാകുവാൻ വേണ്ടിയിട്ടുള്ള അനിഷേധ്യമായ മാർഗം, കർത്തവ്യകർമ്മങ്ങൾ, അതാണ് അന്തിമമായിട്ട് 7-ാമത്തെ സ്കന്ധത്തിൽ അവതരിപ്പിക്കുന്നത്. അതായത് നശിക്കാത്ത സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത്. നശിക്കാത്തതായ സുഖം മോക്ഷം എന്ന പരമപുരുഷാർത്ഥം ബോധിക്കുമ്പോൾ സാധ്യമാവുകയും ചെയ്യും. അപ്പൊ മോക്ഷം
പരമപുരുഷാർത്ഥമായ മോക്ഷം, പുരുഷാർത്ഥപ്രാപ്തിക്ക് ആവശ്യമായിരിക്കുന്ന മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപായമായിട്ട് സനാതനധർമ്മത്തിൽ നശിക്കാത്ത സുഖം, നിത്യസുഖം, ആത്മസുഖം അതനുഭവിക്കുവാനുള്ള മാർഗങ്ങളായിട്ട് പറയുന്നത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ അനുസരിച്ച് ആചരിച്ച് ജീവിക്കണം എന്നാണ്. അപ്പൊ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മങ്ങൾ വഴി ആചരിച്ചു വരുന്ന ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ സ്വരൂപത്തെയാണ് നമ്മൾ സംക്ഷിപ്തമായിട്ട് വിചാരം ചെയ്യുവാനായിട്ട് പോകുന്നത്. എന്താണ് ധർമ്മം? ധർമ്മം എന്തിനേയും നിലനിർത്തുന്ന ഈശ്വരനിൽ ഭക്തി വളർത്തുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം പ്രായോഗികമാകുവാൻ വർണ്ണാശ്രമധർമ്മം ആചരിക്കണം. വർണ്ണാശ്രമധർമ്മം ആചരിക്കുമ്പോൾ ഈശ്വരനിൽ ഭക്തി ഉണ്ടാകും. ഈശ്വരനിൽ ദൃഢമായ ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. അവയെ രൂപീകരിച്ചത് മനസ്സിന്റെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് 4 വർണ്ണങ്ങളെ ആവിഷ്കരിച്ചത്. ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും യമനിയമങ്ങൾ ആദ്യമായിട്ട് പാലിക്കണം. യമനിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരെയെല്ലാം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര മുതലായ 4 വർണ്ണം ചതുർവർണ്ണത്തിൽ ഉള്ളവരായിട്ട് തന്നെ പരിഗണിക്കുന്നു. യമനിയമങ്ങൾ. അപ്പൊ അതിൽ എന്താണ് യമം? ശരീര, മനോബുദ്ധി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള സാധനങ്ങളാണ് യമം. ഇപ്പൊ യമത്തില് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവ അതിൽ പ്രധാന ധർമ്മമായിട്ട് വരുന്നു. ഇവിടെ ആദ്യം തന്നെ അഹിംസയാണ്. അപ്പൊ ഈ അഹിംസ പാലിക്കാതെ ഹിംസ ചെയ്യുവാൻ കാരണം എന്താണ്? സ്വാർത്ഥമാകുമ്പോഴാണ് മറ്റുള്ളവരെ ഹിംസിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ സ്വാർത്ഥതയ്ക്ക് കാരണമോ ഭേദഭാവന, ഭേദബുദ്ധിയാണ്. ഇപ്പൊ ഭേദഭാവനയുള്ള സ്വാർത്ഥികൾ എപ്പോഴും ദുഃഖികൾ തന്നെ ആയിരിക്കും. ഈ ഭേദബുദ്ധി, ഭേദഭാവന അകലുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രം ഭേദഭാവന, അഭേദഭാവന ഉണരും. അപ്പൊ പിന്നെ ഈ സാധനയുടെ പ്രയോജനം എന്താണ്? സാധനകൾ കൊണ്ട് ഭേദബുദ്ധി വരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. അതാണ്. അപ്പൊ യമത്തിൽ പറയുന്ന ആദ്യത്തെ സാധനയായ അഹിംസ പാലിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അഹിംസയിലുള്ള സ്ഥിരത നമ്മെ എല്ലാ ജീവനുമായിട്ട് ഐക്യത്തെ പ്രാപിക്കുവാൻ അത് കാരണമാകും, ഇടയാണ്. അപ്പൊ നമ്മുടെ ത്രികരണങ്ങളെ കൊണ്ടും, എന്ന് വെച്ചാൽ ആ വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അഹിംസ പാലിക്കണം. ഈ അഹിംസ യമം എന്ന് പറയുന്ന സാധനയിലെ അടിത്തറയാകുന്നു. അപ്പൊ ആ അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കുന്നു സത്യം. അപ്പൊ സത്യമാണെങ്കിലും അതെന്താണ്? മറ്റുള്ളവർക്ക് ഉപദ്രവത്തെ ഉണ്ടാക്കാത്ത പ്രിയമായ സത്യത്തെ വേണം പറയുവാൻ. പിന്നീട് അസ്തേയമാണ്. അസ്തേയം എന്ന് പറയുമ്പോൾ കാണാതെയും കണ്ടും
ഒന്നും എടുക്കാതിരിക്കുന്നതാണ് അസ്തേയം. കാരണം ഈ സ്ഥേയ ബുദ്ധി എന്താണ്? അത് ഞാനും എന്റെയും എന്നുള്ള ജഡഭാവത്തെ പോഷിപ്പിക്കുന്നതാണ്, വളർത്തുന്നതാണ്. ഈ ഭാവം കൊണ്ട് എന്ത് ചെയ്യും? എന്തുണ്ടാവും? ജ്ഞാനം മറയും. അപ്പൊ അസ്തേയം പാലിക്കുവാൻ ആവശ്യം ഈശാവാസ്യമിതം സർവം എന്ന ചിന്തയാണ്, എന്ന ബോധമാണ് അസ്തേയം പാലിക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ എന്താണ്? ബ്രഹ്മചര്യമാണ്. അപ്പൊ എന്തായി ബ്രഹ്മചര്യത്തിന്? അതായത് വർണ്ണാശ്രമ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുമ്പോൾ ബ്രഹ്മചര്യം സാധ്യമാകും. ഈ വിഷയങ്ങളുടെ വേറെ രീതിയിലുള്ള വിശകലനമെല്ലാം, താത്വികമായ വിശകലനമെല്ലാം നമ്മൾ കപിലവാസുദേവന്റെ ആ സുവിചാരണ എന്ന യോഗഭൂമിയിൽ 2ാമത്തെ ദിവസത്തിലെ കഥകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അവയെല്ലാം കുറിച്ചൊന്ന് ചെറുതായിട്ട് ഇപ്പൊ നമ്മുടെ 7ാമത്തെ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്തില് അതിന്റെ ഗൗരവത്തെ കാണിക്കാൻ വേണ്ടി ഒന്ന് പറയുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ വർണ്ണാശ്രമ ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതിരിക്കുമ്പോൾ ബ്രഹ്മചര്യം സാധ്യമാകും. അത് മനസ്സിലാക്കണം. അപ്പൊ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മോക്ഷം അനുഭവിക്കാൻ അല്ലെങ്കിൽ അറിയുവാൻ, ആർജിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ പിന്നെ ഈ വിലക്കുകൾ എന്തിനെയാണ്? ഡോൺസ്, അരുത്. വേദം എന്തിനാണ് ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്? അത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടും വ്യക്തികളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഡോൺസ്, അരുതുകൾ വേദം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി അപരിഗ്രഹമാണ്. എന്ന് വെച്ചാൽ തൽക്കാല ആവശ്യത്തിൽ കൂടുതലൊന്നും സൂക്ഷിക്കാതിരിക്കലാണ് അപരിഗ്രഹം. ഈ സൂക്ഷിപ്പിന് കാരണം എന്താണ്? സ്വാർത്ഥതയും ആഗ്രഹവുമാണ്. ഈ ആഗ്രഹം എന്തുണ്ടാക്കും? ആഗ്രഹം അത് നടന്നില്ലെങ്കിൽ ദുഃഖത്തെ ഉണ്ടാക്കും. നടന്നാലോ അത് നിലനിർത്താൻ പറ്റില്ലയോ, അത് വീണ്ടും ഉണ്ടാകില്ലയോ എന്നൊക്കെ ഓർത്തും അത് ദുഃഖത്തെ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിസ്വാർത്ഥികളായിട്ട് പരോപകാരത്തിന് വേണ്ടിയിട്ട് ജീവിച്ചാൽ ആഗ്രഹമില്ലാതെയാവും. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ യമത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്ന് പറയുന്ന നമ്മുടെ നിയമസാധനകളെ കുറിച്ചിട്ടാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം അതിൽ ശൗചമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അകവും പുറവും ശുദ്ധമായാൽ അത് ശൗചമാകും, ശുദ്ധിയാകും. എന്ന് വെച്ചാൽ നാമജപങ്ങളെ കൊണ്ട് അകവും ബ്രഹ്മചര്യം കൊണ്ട് ശരീരവും ശുദ്ധമാകും. പിന്നെ എന്താണ്? സന്തോഷമാണ്. അപ്പൊ നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എന്താണ്? സന്തോഷം ഇല്ലാതിരിക്കുവാൻ കാരണം അലസതയാണ്. അലസത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്തുണ്ടാവും? മനസ്സ് സങ്കോചിക്കും. മനസ്സ് സങ്കോചിക്കുമ്പോഴോ ദുഃഖമുണ്ടാകും. അപ്പൊ മനസ്സിന്റെ സങ്കോചം കൊണ്ടാണ് സന്തോഷം നഷ്ടപ്പെടുന്നത്. അപ്പോ എതിർച്ചാലാഭ സന്തോഷത്താല് മനസ്സ് വികസിക്കുമ്പോൾ സുഖമുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തില് യാദൃശ്ചികമായിട്ട് വന്നു ചേരുന്ന സുഖദുഃഖ അനുഭവങ്ങളെ സമമായി കണ്ടുകൊണ്ട് അതിനെ നമ്മൾ സ്വീകരിക്കണം. അപ്പോ സമചിത്തത, യോഗമുണ്ടാകും, സന്തോഷമുണ്ടാകും. എന്താണ് നമ്മുടെ ഇന്നത്തെ ദുഃഖത്തിന് കാരണം? ഇന്നലെകളുടെ എന്നുവെച്ചാൽ ഇന്നലെയുടെ കർമ്മമാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖങ്ങൾക്ക് കാരണം. അപ്പൊ ഇന്നലെ നന്നാക്കിയാൽ നാളെ ശരിയാകും. ഇന്നലെ നന്നാക്കാൻ നമുക്ക് ഇന്ന് പറ്റുമോ? ഇന്നലെ നന്നാക്കാൻ നമുക്ക് ഇന്ന് പറ്റില്ല. കാരണം ഇന്നലെകൾ നമ്മളുടെ കൈകളിൽ നിന്നും നഷ്ടമായി പോയിരിക്കുകയാണ്.
അപ്പൊ ഇന്നലെ ശരിയാക്കിയാൽ നാളെ ശരിയാകുമെന്നാ പറയുന്നത്. അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ഇന്നിനെ ശരിയാക്കുവാനായിട്ട് സാധിക്കണം. ഇന്നിനെ ശരിയാക്കുവാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർത്തമാനകാലത്തെ ഉചിതമായിട്ട് ഉപയോഗിക്കണം. അതാണ്. അപ്പൊ നിസ്വാർത്ഥമായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ശരീരത്തിന്റെയും സത്യം പറയല് വാക്കിന്റെയും ഈശ്വര സ്മരണ മനസ്സിന്റെയും തപസ്സാണ്. പിന്നെ ബ്രഹ്മനിഷ്ഠയിൽ എത്തുന്നത് വരെയും ഞാൻ ആരെന്ന് വിചാരം ചെയ്യുന്നതാണ് സ്വാധ്യായം. പിന്നെ എന്താണ്? ഈശ്വരപ്രണിധാനമാണ് നിയമത്തിൽ അവസാനത്തെ സാധന. എന്ന് വെച്ചാൽ തന്നെ പൂർണ്ണമായി ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർത്തവ്യകർമ്മത്തെ പൂജയായി ആദരവോടുകൂടി അനുഷ്ഠിക്കുന്നതാണ് ഈശ്വരപ്രണിധാനം. അപ്പോ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മനസ്സിന്റെയും വ്യക്തികളുടെയും ശാന്തി സമാധാനങ്ങൾക്ക് കാരണമായ ഈ യമനിയമങ്ങള് എല്ലാ മനുഷ്യരും പാലിക്കണം എന്നുള്ളതാണ് ഈ സദാചാര ധർമ്മത്തിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് ബോധിക്കേണ്ടത്. ഇനി ബ്രാഹ്മണനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? ബ്രഹ്മവിത്തമനും പ്രശാന്താത്മാവും ഇന്ദ്രിയ നിഗ്രഹമുള്ളവനും പിന്നെന്താ എതിർച്ചാലാഭ സന്തുഷ്ടനുമായ ആളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണന്റെ ധർമ്മം, ബ്രാഹ്മണന്റെ കർത്തവ്യകർമ്മം എന്താണ്? വിദ്യാഭ്യാസ ചുമതല, ആചാര്യൻ, പുരോഹിതൻ, ഗുരു, ഇവയെല്ലാമാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അപ്പോ എന്താണ്? ത്രികരണങ്ങളും ഈശ്വരനിലേക്ക് പോകുന്ന വിധത്തിൽ പ്രേരണയെ കൊടുക്കണം. മനസാ വാചാ കർമ്മണ എല്ലാ രീതിയിലുമുള്ള ധർമ്മം അത് ഈശ്വരാഭിമുഖമാകുന്ന രീതിയിൽ ഈശ്വര മഹിമയുടെ അവബോധം സമൂഹത്തിലേക്ക് ഉണർത്തിക്കൊടുക്കേണ്ടത് ബ്രാഹ്മണന്റെ കടമയാണ്, ധർമ്മമാണ്. അപ്പോ ബ്രാഹ്മണൻ ശിരസ് ശരീരത്തെ നിയന്ത്രിക്കുന്ന പോലെ സമൂഹത്തെ നിലനിർത്തേണ്ടവനാണ് ബ്രാഹ്മണൻ. ഇനി ക്ഷത്രിയരെന്താ പറയുന്നത്? ധർമ്മരക്ഷയെ ചെയ്യുവാനുള്ള ശൗര്യ വീര്യ പരാക്രമത്തോടു കൂടിയവരെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്താണ്? ബ്രാഹ്മണ ഭക്തനും ധർമ്മം ജീവിതത്തിൽ പാലിക്കുന്നവനും സിംഹത്തെ പോലെയുള്ളവനുമാണ് ക്ഷത്രിയൻ. പിന്നെ ആരാണ്? വൈശ്യനാണ്. എന്ന് വെച്ചാൽ വൈശ്യൻ സമുദായത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ പോരാ എന്ന ഭാവത്തോടെ ഉൽപ്പാദിപ്പിച്ച് ന്യായമായ നിരക്കിൽ വിതരണം ചെയ്യുന്നവനെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മുതലായിരിക്കുന്ന 3 വർണ്ണങ്ങളിൽപ്പെട്ട ആളുകളെയും അനുസരിച്ച് സേവ ചെയ്യുന്നവരെയാണ് ശൂദ്രർ എന്നും പറയുന്നത്. ഇനി നമുക്ക് ബ്രഹ്മചാരിക്കുട്ടിയുടെ കർത്തവ്യം, ധർമ്മം എന്താണെന്ന് നോക്കാം. ഗുരു ശുശ്രൂഷയും വേദാധ്യയനവുമാണ് ബ്രഹ്മചാരിയുടെ കർത്തവ്യം. അതായത് ഗുരുക്കന്മാർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോഴോ അവരെന്ത് ചെയ്യണം? പാഠങ്ങൾ അന്നന്ന് പഠിക്കുകയും വേണം. 2 നേരവും ഗുരുവിനെ നമസ്കരിക്കണം. ഭിക്ഷയ്ക്ക് പോയി കിട്ടുന്നത് ഗുരുവിനെ സമർപ്പിക്കണം. ഗുരു കൊടുക്കുന്നത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. കൗപീനം, ശിഖ, ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ പൂണുനൂൽ. പിന്നെ മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞ, കമന്തലു എന്ന് വെച്ചാൽ ജലപാത്രം. ഇവയെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ത്രിസന്ധ്യാവന്ദനവും ചെയ്യണം. ഇതാണ് വൈദിക സംസ്കാര ധർമ്മപ്രകാരം ജീവിക്കുന്ന ഒരു ബ്രഹ്മചാരിക്കുട്ടിയുടെ ധർമ്മം. പിന്നെന്താ ഗ്രഹസ്ഥന്റേത്? ഏകപത്നി വ്രതവും പഞ്ചയജ്ഞങ്ങളും 6 കർമ്മങ്ങളുമാണ് ഗ്രഹനാഥന്റെ ധർമ്മം. ഗ്രഹസ്ഥയ്ക്ക് പാതിവൃത്യവും, അതായത് ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങൾ.
ഗൃഹസ്ഥാശ്രമധർമ്മത്തിലെ ആചാരമാണത്. അപ്പൊ ദേവപൂജയെ ദേവയജ്ഞം എന്ന് പറയുന്നു. മരണാനന്തര കർമ്മങ്ങളെ പിതൃയജ്ഞം എന്ന് പറയുന്നു. ഋഷിപ്പോക്തമായ മന്ത്രജപം, ഗ്രന്ഥപഠനം എന്നിവയെ ഋഷിയജ്ഞം എന്നും പറയുന്നു. പാത്രശുദ്ധി നോക്കാതെ അന്നദാനം ചെയ്യുന്നതിനെ നരയജ്ഞം എന്ന് പറയുന്നു. പിന്നെ ത്രികരണം കൊണ്ടും ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ അവയെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനെ ഭൂതയജ്ഞം എന്നും പറയുന്നു. പിന്നെ എന്താ 6 കർമ്മം? പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പരിഗ്രഹം, അപരിഗ്രഹം എന്ന് വെച്ചാൽ തുടങ്ങിയ 6 കർമ്മങ്ങൾ. അതാണ്. അത് ബ്രാഹ്മണരല്ലാത്തവരെന്താണ്? പഠനം, യജനം, ദാനം എന്നീ 3 കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. എന്തുകൊണ്ടാ ഇങ്ങനെയൊരു വിലക്ക്? അതായത് ഭേദഭാവനയുള്ളവരെ മറ്റുള്ളവരെ പഠിപ്പിച്ചാലുണ്ടാകുന്ന വർണ്ണസങ്കരത്തെ ഓർത്താണ് ഈ വിലക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. അധികാരികളല്ലാത്തവര് അറിവുകൾ വിതരണം ചെയ്യുവാൻ പോയാൽ എന്താണ്? ആചാരം അനാചാരമായിട്ട് അധപതിക്കുവാൻ ഇടയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബ്രാഹ്മണ ഗുണത്തിലേക്ക് ഉയർന്ന മനപക്വതയുള്ളവരെയാണ് ആചാര്യൻ, സമൂഹത്തിന്റെ പുരോഹിതൻ, ഗുരു ഒക്കെ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി സ്ത്രീയുടെ ധർമ്മത്തെയാണ് പറയുവാനുള്ളത്. എന്താണ് സ്ത്രീയുടെ ധർമ്മം? ഈശ്വര ബുദ്ധിയോടുകൂടി ഭർത്തൃ ശുശ്രൂഷ ചെയ്യണം. പിന്നെ പതിക്ക് അനുകൂലമായിട്ട് ജീവിക്കണം. പതിയുടെ ബന്ധുക്കളെയും ബഹുമാനത്തോടുകൂടി പരിചരിക്കണം. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് പോലെ ശരീരത്തെയും ശുദ്ധമാക്കണം. പിന്നെ എന്താ? കാര്യകുശലതയോട് പെരുമാറി കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് ജീവിക്കണം. പിന്നെ ഗൃഹസ്ഥാശ്രമികളോട് പ്രത്യേകം പറയാ, ജിഹ്വോപസ്ഥങ്ങൾക്ക് എന്ന് വെച്ചാൽ ജനനേന്ദ്രിയത്തിനും രസനേന്ദ്രിയത്തിനും അടിമയായിട്ട് വിഷയാസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്ന ഗൃഹസ്ഥരെ നായകളെ പോലെ, കാളകളെ പോലെ, കഴുതകളെ പോലെ, ദാസരെ പോലെ ക്ലേശിച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് മറക്കരുത് എന്ന് പറയുന്നത്. പിന്നെ വാനപ്രസ്ഥന്റെ ധർമ്മം പറയാണ്. എന്താണ്? സത്സംഗവും തപസ്സും ഉപാസനയുമാണ് വാനപ്രസ്ഥന്റെ ധർമ്മം. ഉപാസനയിൽ കൂടി വൈരാഗ്യം വളർത്തി ഈശ്വരനിൽ ഭക്തി വളർത്തുന്ന ആളാണ് വാനപ്രസ്ഥൻ. വൈരാഗ്യം വന്നിട്ടുമില്ല, ശരീരം ദുർബലവുമായി എന്ന് വന്നാൽ സ്വന്തം ചിത കൂട്ടി ഈശ്വര സ്മരണയോടുകൂടി ശരീരത്തെ ദഹിപ്പിക്കണം. അല്ലാതെ ജീവിതത്തിൽ തത്വം ബോധിച്ച് വൈരാഗ്യം വന്നാലോ സന്യസിക്കാം. ഇനി സന്യാസിയുടെ ധർമ്മമാണ്. ബ്രഹ്മനിഷ്ഠയാണ് സന്യാസിയുടെ ധർമ്മം. അതിനുവേണ്ടി സാധക സന്യാസി അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ആർജവം, വേദാന്ത ശ്രവണം, ധ്യാനം തുടങ്ങിയവ ആചരിക്കണം, പാലിക്കണം, അനുഷ്ഠിക്കണം. അതായത് ത്രികരണങ്ങളെ കൊണ്ടും ആരെയും ഉപദ്രവിക്കാതിരിക്കുന്നത് അഹിംസ. പിന്നെയോ ഉള്ളതായ ഈശ്വരനെ കുറിച്ച് മാത്രം പറയുന്നത് സത്യം. അന്യപദാർത്ഥങ്ങളിലേക്ക് മനസ്സ് പോകാതിരിക്കുന്നത് അസ്തേയം. സർവേന്ദ്രിയങ്ങളും ഈശ്വരന്റെ അടുക്കലേക്ക് പോകുന്നത് ബ്രഹ്മചര്യം. വക്രബുദ്ധിയില്ലായ്മ ആർജവം. ശരീരബോധം കളയുന്ന വേദാന്ത വിചാരം തത്വമസി വാക്യത്തെ ശോധന ചെയ്യുന്നതുമാണ്. എന്താ ഈ ശോധന? മാറ്റമുള്ളതിനെയൊക്കെ മാറ്റി മാറാത്തത് അറിയുന്നതിനെയാണ് ശോധന എന്ന് പറയുന്നത്. ജീവഭാവത്തിനുമപ്പുറം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യമാണു ഞാൻ. അങ്ങനെ ഈ പറഞ്ഞ അതായത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ആർജവം, വേദാന്ത ശ്രവണം മുതലായ 6 കാര്യങ്ങളെയും ധർമ്മങ്ങളെയും ഉറപ്പിക്കുവാനുള്ള മാർഗമാണ് സന്യാസിക്ക് ധ്യാനം. സാധക സന്യാസിക്ക് ആത്മജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയെ പോലെ വേണം യതി ലോകത്തിൽ ജീവിക്കേണ്ടത്. ആ സന്ദർഭത്തിലാണ് അവധൂതനും പ്രഹ്ലാദനുമായ സംവാദത്തെ പറയുന്നത്.
എന്താതെ സംസാരത്തിലെ ഭോഗാനുഭവങ്ങളൊന്നുമില്ലാതെ സംതൃപ്തനും ശരീരപുഷ്ടിയോടും കൂടിയിരിക്കുന്ന അവധൂതനോട് പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ ആനന്ദ രഹസ്യം ആരായുന്നുണ്ട്. അപ്പൊ എന്താ അവധൂതൻ പറയുന്നത്? ലോകത്തിൽ എല്ലാവരും ദുഃഖനിവൃത്തിക്കും സുഖാനുഭവത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ അവയ്ക്കെല്ലാം വിപരീത ഫലമാണ് വന്നു ചേരുന്നത്. അതിനാൽ ഞാൻ സകല ധർമ്മങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും പിൻവാങ്ങി. ഈ സുഖം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപമാണ് സുഖം. അപ്പൊ ബഹിർമുഖതയിൽ നിന്നും മനസ്സ് അന്തർമുഖമാകുമ്പോൾ ആ സുഖം പ്രകടമാകുന്നു. താൻ തന്റെ സ്വന്തം നിജഭാവത്തിൽ നിജസ്മൃതിയിൽ അമർന്നിരിക്കുന്നതാണ് ആനന്ദം. എന്നുവെച്ചാൽ നിശ്ചലതയാണ് ആനന്ദം. മനസ്സ് ചലിക്കുമ്പോൾ വിവിധ അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അനുഭവങ്ങളെല്ലാം മനസ്സിന്റെ കൽപ്പനയാണെന്ന് ബോധിക്കണം. പായൽ കൊണ്ട് മൂടിക്കിടക്കുന്ന ശുദ്ധജലത്തെ ഉപയോഗിക്കാതെ ഓടയിലെ ജലമെടുത്ത് ദാഹം തീർക്കുന്നത് പോലെയാണ് വിഷയങ്ങളുടെ അനുഭവങ്ങളെന്ന് എല്ലാവരും ഓർത്തറിയണം. പിന്നെ പ്രഹ്ലാദനോട് ദത്താത്രേയരായ അവധൂതൻ തന്റെ 2 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണത്? അതായത് പെരുമ്പാമ്പും തേനീച്ചയുമാണ് എന്റെ 2 ഗുരുക്കന്മാരെന്നും പറഞ്ഞ് അവരിൽ നിന്നും പഠിച്ച പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സകല ധർമ്മങ്ങളിൽ നിന്നും നിവർത്തനായിരിക്കുകയാണെന്ന് പറയാം. എന്നിട്ട് ആത്മാരാമനായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താ? ഈ തേനീച്ച പലയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേൻ മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത്. അതിനെന്താ? അതുകൊണ്ട് ഞാൻ ഒന്നും സമ്പാദിക്കാനും സൂക്ഷിച്ചു വെക്കാനും തയ്യാറാകുന്നില്ല. പിന്നെ പെരുമ്പാമ്പ് എന്താണ്? യാദൃച്ഛികമായി കിട്ടുന്നതിൽ സംതൃപ്തനായിട്ട് കഴിയുന്നു. അതുപോലെ പ്രാരബ്ധാവശാൽ വന്നു ചേരുന്നവ അനുഭവിച്ച് ഞാനും ആനന്ദം അനുഭവിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് ഞാൻ സകല കർമ്മങ്ങളെയും സന്യസിച്ചു. അപ്പോ സകല കർമ്മങ്ങളെയും സന്യസിക്കുമ്പോഴുണ്ടാകുന്ന ആത്മനിഷ്ഠയാണ് മോക്ഷം. അതിനെ അർത്ഥത്തെ ഉചിതമായിട്ട് ഉപയോഗിക്കണം. എന്താണ് അർത്ഥം? ഏതൊന്നിന്റെയും ഉദ്ദേശവും ലക്ഷ്യവും എന്തെന്നറിയുന്നതാണ് അർത്ഥം. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ ഈശ്വരനിൽ ഭക്തി വളരാനുതകുന്ന വിധത്തിൽ അർത്ഥത്തെ നമ്മൾ വിനിയോഗിക്കണം. അപ്പോഴാണ് മോക്ഷമെന്ന സത്യം സഫലമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. ഇനിയിപ്പോ ഈ അർത്ഥം, അതായത് ധനം, സമ്പത്ത്, ദ്രവ്യം നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാണ് വന്നു ചേരുന്നത്? മാതാപിതാക്കള്, ഗുരുജനങ്ങള്, ഈശ്വരൻ, മുജന്മകർമ്മഫലം, സ്വപ്രയത്നം തുടങ്ങി 5 വിധം കാര്യങ്ങളിലൂടെ സമ്പത്ത്, ധനം വ്യക്തിയിലേക്ക് വന്നു ചേരുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ധനത്തെ എന്ത് ചെയ്യണം? അതായത് സ്വന്തം ആവശ്യത്തിന്, ആശ്രിതരുടെ ആവശ്യത്തിന്, ഭാവിയിലെ ആവശ്യത്തിന്, ഇഷ്ടകർമ്മം ചെയ്യാൻ, പൂർത്തകർമ്മം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വിധത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലോ രോഗം കൊണ്ട്, നികുതി കൊണ്ട്, കള്ളന്മാരെ കൊണ്ട്, അഗ്നിബാധ കൊണ്ട്, ഭൂകമ്പം തുടങ്ങിയവയെ കൊണ്ട് സമ്പത്ത് നശിക്കും. അപ്പൊ സമ്പത്തിന്റെ ശരിയായ വിനിയോഗം കൊണ്ട് എന്ത് സംഭവിക്കും? കാമത്തെയും നശിക്കാം. ധർമ്മം, അർത്ഥം, കാമം, 3ാമത്തെ പുരുഷാർത്ഥം. അതായത് മോക്ഷത്തിനുതകുന്ന വിധത്തിൽ ശരീര, മനോബുദ്ധി, ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കലാണ് കാമം. അതായത് നമുക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, ഔഷധം, പാർപ്പിടം തുടങ്ങിയവയെല്ലാം അവശ്യമാത്രയിൽ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? മാംസം, മദ്യം, മൈഥുനം തുടങ്ങിയ വിഷയത്തിൽ
കാമം അനാദിയായിട്ട് എല്ലാ ജീവനുകളിലും ഉണ്ട്. അപ്പൊ ലോകത്തിലുള്ള മുഴുവൻ മാംസത്തെയും ലഹരി പദാർത്ഥങ്ങളെയും അനുഭവിക്കുവാൻ സാധിച്ചാലും അവയിലുള്ള കാമാസക്തി ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. മുഴുവൻ സ്ത്രീ പുരുഷന്മാരും മൈഥുന വിഷയത്തിൽ ഏർപ്പെട്ട് അനുഭവിച്ചറിഞ്ഞാലും മൈഥുന വിഷയത്തിലുള്ള ആസക്തിയെയും അനുഭവിച്ച് അതിൽ നിന്ന് പിന്തിരിയുവാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അനേക തരത്തിലുള്ള കാമത്തെ ഒന്നിൽ ഏകാഗ്രമാക്കി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമധർമ്മത്തെ, ജീവിതത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ഗൃഹസ്ഥധർമ്മം ജീവിക്കുമ്പോൾ അത് സഫലമാകും, സാധ്യമാകും. അത് നമ്മൾ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ പഞ്ചയജ്ഞങ്ങളും 6 കർമ്മങ്ങളും ഏകപത്നി വ്രതവും പാതിവൃത്യവും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അസത്വാസനയെ ജയിച്ച് സത്വാസനയിലെത്തി എപ്പോഴുമുള്ള മോക്ഷനിലയെ, നിജസ്ഥിതിയെ ബോധിപ്പാൻ ഭാഗവതം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെയും ഒന്ന് ചുരുക്കി പറയാം ഈ കാമത്തിന്റെ സാഹചര്യത്തിൽ. അതായത് കാമത്തെ നിസ്സങ്കല്പം കൊണ്ട് ജയിക്കണം. പിന്നെ എന്താണ്? ക്രോധത്തെ കാമനാത്യാഗം കൊണ്ടും ജയിക്കണം. ലോഭത്തെ അർത്ഥത്തിലുള്ള അനർത്ഥ ബുദ്ധി കൊണ്ട് ജയിക്കണം. ഭയത്തെ വേദാന്ത വിചാരം കൊണ്ടും ജയിക്കണം. ശോകമോഹങ്ങളെ ആത്മവിദ്യ കൊണ്ടും ജയിക്കണം. ദമ്പിനെ മഹാപുരുഷ സേവ കൊണ്ടും ജയിക്കുക തന്നെ ചെയ്യണം. പിന്നെ യോഗവിഘ്നങ്ങളെ മൗനം കൊണ്ടും ഹിംസയെ ശരീരത്തിന്റെ നിശ്ചേഷ്ടത കൊണ്ടും ജയിക്കണം. പിന്നെ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം തുടങ്ങിയ 3 ദുഃഖങ്ങളുണ്ട്. അവയെ എങ്ങനെ ജയിക്കണം? ആദിദൈവിക ദുഃഖത്തെ സമാധി കൊണ്ട് ജയിക്കണം. നിദ്രയെ സാത്വിക ആഹാരം കൊണ്ടും ജയിക്കണം. അതായത് ആദിഭൗതിക ദുഃഖം കൃപ കൊണ്ട് ജയിക്കണം. ആധ്യാത്മിക ദുഃഖം യോഗബലം കൊണ്ട് ജയിക്കണം. ആദിദൈവിക ദുഃഖം സമാധി കൊണ്ട് ജയിക്കണം. പിന്നെ എന്താ? നിദ്രയെ സാത്വിക ആഹാരം കൊണ്ട് ജയിക്കണം. തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ഉപശമശീലം കൊണ്ടും ജയിക്കണം. ഗുരു ശുശ്രൂഷ കൊണ്ട് ഒന്ന് എന്നുവെച്ചാൽ ഗുരു ശുശ്രൂഷയാകുന്ന ധർമ്മം ഒന്നുകൊണ്ട് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നേടിയെടുക്കാം, ആർജിക്കാം, സമ്പാദിക്കാം. അപ്പോ പറയുന്ന എല്ലാ ദോഷങ്ങളും അകലുമ്പോൾ എന്തൊക്കെയാണ് ദോഷം? കാമം, ക്രോധം, ലോഭം, ഭയം, ശോകമോഹങ്ങള്, ഡംബ്, പിന്നെന്താണ്? യോഗവിഘ്നങ്ങള്, ഹിംസ, ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, പിന്നെ നിദ്ര, അതുപോലെ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം തുടങ്ങിയവയ ഒക്കെയാണ് ഇവിടത്തെ അനർത്ഥങ്ങൾ, ദോഷങ്ങൾ. അവയൊക്കെ ജയിക്കുവാനുള്ള മാർഗമാണ് ഇപ്പോ പറഞ്ഞത്. ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും അകലുമ്പോൾ മോക്ഷം. എന്താണ് മോക്ഷം? നോക്കാം അല്ലേ? മോഹസ്യ ക്ഷയമാണ് മോക്ഷം. മോഹസ്യ ക്ഷയം അല്ലേ? എന്ന് വെച്ചാൽ മോഹമില്ലായ്മ. അപ്പോ നമ്മുടെ ഏതൊരു കർമ്മത്തിനും കാരണം വാസ്തവത്തിൽ എന്താണ്? മോഹം തന്നെയാണ്, ആഗ്രഹം തന്നെയാണ്. അപ്പൊ മോഹത്തിന് കാരണമായ വാസനയെ ക്ഷയിപ്പിക്കുവാൻ, അതായത് വാസനാനാശത്തിനും എന്നുവെച്ചാൽ വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടി ധർമ്മം ആചരിക്കുക എന്നതാണ് ആത്മീയതയിലെ സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം. അപ്പോ മനസ്സ് ഈശ്വരനിൽ ലയിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ മോക്ഷം സഫലമാകുന്നത്. അതിനാവശ്യം എന്താണ്? മോക്ഷപ്രാപ്തിക്ക് ആവശ്യം ജ്ഞാനമാണ്, ജ്ഞാനം. അപ്പോ ഭക്തി, കർമ്മം, അതുപോലെ തുടങ്ങിയ എല്ലാ മാർഗങ്ങളും വിധിയാവണ്ണം പിന്തുടരുമ്പോൾ ജ്ഞാനനിലയെ തന്നെ നമുക്ക് ബോധിക്കാം.
ഓ ഭക്തി ജ്ഞാന വിരാഗത്തോടുകൂടിയ വിവേകത്തിലാണ് മോക്ഷനില പൂർണ്ണമാവുക. അത് തന്നെയാണല്ലോ ഭാഗവതത്തില് ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം എങ്ങനെ ഉണ്ടാകും, അതിനുള്ള ഉപായമായിട്ടാണ് നമ്മൾ സമഗ്രമായിട്ട് ശ്രീമദ് ഭാഗവതമാകുന്ന പുരാണത്തെ ഈ ഭാഗവത ധ്യാനത്തില് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശ്രദ്ധ, വിനയം, വിശ്വാസം ഇവയൊരുമിക്കുമ്പോ പരമജ്ഞാനത്തിലൂടെ പരമഹംസാവസ്ഥയെ ബോധിക്കാം. സന്യാസി എന്നുവെച്ചാൽ നമ്മുടെ ദശനാമ പാരമ്പര്യത്തിലെ സന്യാസിമാരെ പരമഹംസന്മാര് എന്നാണ് പറയുന്നത്. അപ്പൊ പരമഹംസയ്ക്ക് ആവശ്യം എന്താണ്? പരമഹംസാവസ്ഥയ്ക്ക് ആവശ്യം മനോനാശവും വാസനാക്ഷയവും സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴോ ജ്ഞാനം ദൃഢമാകും. അപ്പോ അതിനെന്ത് ചെയ്യണം? സർവകർമ്മങ്ങളെയും സന്യസിച്ച് സ്ഥിരാസനത്തിലിരുന്ന് ഓങ്കാര മന്ത്രജപവും പ്രാണായാമവും ചെയ്യണം. അപ്പോൾ ചിത്തം ശുദ്ധമായിട്ട് ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. ഇനി നമ്മുടെ ഈ ശരീരത്തെ എന്ത് പറയുന്നു? രഥങ്ങളായിട്ട് പറയുകയാണ്. ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും മനസ്സിനെ കടിഞ്ഞാണായിട്ടും ശബ്ദാദി വിഷയങ്ങളെ മാർഗങ്ങളായിട്ടും ബുദ്ധിയെ സാരഥിയായിട്ടും ചിത്തത്തെ ബന്ധമായിട്ടും ദശപ്രാണന്മാരെ ആണികളായിട്ടും ധർമ്മങ്ങളെ ചിത്രങ്ങളായിട്ടും അഭിമാനിയായ ജീവനെ ഇതിൽ സവാരി ചെയ്യുന്ന ആളുമായിട്ടും അറിയാം. അപ്പൊ ഇതിനെ ജയിക്കാൻ എന്താ പറയുന്നത്? രഥി ഓംകാരമാകുന്ന വില്ല് തൊടുത്ത് ജീവനാകുന്ന അമ്പിനെ പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കിയിട്ട് അയക്കണം എന്ന് പറഞ്ഞാൽ ഓങ്കാര ജപം കൊണ്ട് ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കണം. അതാണ് മോക്ഷം. പിന്നീട് ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്ന അദ്വൈതങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ 7ാമത്തെ സ്കന്ധത്തിൽ അവസാനത്ത് പറയുന്നുണ്ട്. എന്താണത്? ഈ അദ്വൈതത്തെ വേർതിരിച്ചറിയുന്ന സാധു അവസ്ഥാത്രയത്തെയും തരണം ചെയ്ത് മോക്ഷമടയും. അതായത് അപ്പൊ ആരെയാണ് സാധു എന്ന് പറയുന്നത്? പ്രാണൻ പോയാലും സ്വധർമ്മത്തെ ഉപേക്ഷിക്കാത്ത ആളുകളെയാണ് സാധുക്കൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്ന് കണ്ടു. എന്താണ് ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ? രണ്ടില്ലാത്ത അവസ്ഥയെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ വസ്ത്രം, ഇപ്പതാ ഈ നമ്മളിവിടെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വസ്ത്രത്തിന് എന്താണ്? നൂലാണ്. നൂലിനെന്താണ് കാരണം? പഞ്ഞിയാണ്. പഞ്ഞിക്കോ മരവും, മരത്തിനെ മണ്ണും, മണ്ണിനെ ഈശ്വരനും കാരണമാണ്. അപ്പൊ എല്ലാം ഈശ്വരനാണെന്ന ബോധമാണ് ഭാവാദ്വൈതം. ഇനി അപ്പൊ അതിന് എന്ത് നമ്മൾ ചെയ്യണം? അതിനെ ആര് വന്നാലും നമ്മളായിട്ട് തന്നെ കാണണം. അന്യനായിട്ട് കാണുന്നത് ദ്വൈതമാണ്. ഇവിടെ നമ്മുടെ ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് ആര് വന്നാലും അവരെന്താണ്? നമ്മളായിട്ട് തന്നെ ഇവിടെ കാണുന്നു. അന്യനായിട്ട് കാണുന്നതിനെയാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഇനി ക്രിയാദ്വൈതം എന്താ? ക്രിയയിൽ രണ്ടല്ലാത്ത ഭാവമാണ് ക്രിയാദ്വൈതം. എല്ലാം ഒരാളാണ് ചെയ്യുന്നതെന്ന ബോധമുണ്ടാകണം. ഈശ്വര ചൈതന്യം കൊണ്ടല്ലേ എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ശരീരേന്ദ്രിയ മനസ്സുകൾ ഈശ്വരനെ സമർപ്പിച്ച് ഫലനിരപേക്ഷമായിട്ട് കർത്തവ്യകർമ്മം അനുഷ്ഠിക്കുന്നതാണ് ക്രിയാദ്വൈതം. ഇത് ബോധിക്കുവാനാണ് ഗൃഹസ്ഥാശ്രമം. ഞങ്ങൾ വേറെയല്ല, ഒന്നാണെന്ന ബോധം. ഭാര്യയും ഭർത്താവും രണ്ടല്ല, അച്ഛനും മക്കളും രണ്ടല്ല, സുഹൃത്തുക്കളും ഇതൊന്നും രണ്ടല്ല. അത് ബോധിക്കാനാണ്. ഇനി ദ്രവ്യാദ്വൈതമാണ്. എന്താ ദ്രവ്യം? ദ്രവിക്കുന്നതിനെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ഉണ്ടായതും
നശിക്കുന്നതുമായിരിക്കുന്ന പദാർത്ഥം. എല്ലാവരുടെയും ശരീരവും ജീവനും ഒന്നാണ്. എല്ലാവരിലെയും അർത്ഥകാമന ഒന്നാണെന്ന ബോധമാണ് ദ്രവ്യാദ്വൈതം. എല്ലാവരുടെയും കാമം ഒന്നു തന്നെ. എന്താ കാമം? സുഖാനുഭവം, സുഖമായിട്ടിരിക്കണം. അതിനായി ഓരോരുത്തർക്കും ഓരോന്ന് വേണം. ഇവയെല്ലാം ഒന്നെന്ന് ധരിക്കണം. അപ്പോ ഇതിനൊക്കെ പ്രേരകമായിരിക്കുന്ന കാമം, ആഗ്രഹം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സങ്കല്പത്തിൽ നിന്നാണ്. സങ്കല്പം എങ്ങനെയുണ്ടാകുന്നു? ചലനത്തിൽ നിന്നും. ചലനം എങ്ങനെയുണ്ടാകുന്നു? അപൂർണതാബോധത്തിൽ നിന്നുമാണ്. അപ്പൊ അതൊഴിയാൻ എന്ത് ചെയ്യണം? പൂർണ്ണനായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കണം. അതുകൊണ്ട് ഈശ്വരന്റെ മൂലമന്ത്രത്തെ ജപിച്ചും ഈശ്വരന്റെ രൂപത്തെ ധ്യാനിച്ചും കർത്തവ്യ കർമ്മ ധർമ്മങ്ങളെല്ലാം ഈശ്വര പൂജയായിട്ട് അനുഷ്ഠിക്കുമ്പോൾ എന്താണ്? മനസ്സ് നിശ്ചലമാകും. അപ്പോൾ നശിക്കാത്ത ആനന്ദത്തിന് ഉടമയായിത്തീരും. പിന്നെ ആ അവസാന ഭാഗത്ത് 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു നാരദന്റെ പൂർവചരിതം. എന്തായിരുന്നു നാരദന്റെ പൂർവചരിതം? നാരദമുനി ആദ്യം ഉപബർഹണൻ എന്ന ഗന്ധർവനായിരുന്നു. ക്ഷണിക്കാത്ത ബ്രഹ്മസദസ്സിലെ ഉപബർഹണൻ എന്ന് പറയുന്ന ആ ഗന്ധർവൻ ചെന്നിട്ട് അപ്സരസ്സുകളോടൊപ്പം ചാടിക്കളിക്കാണ്ടായി. അപ്പൊ ആ കാഴ്ച കണ്ടപ്പോഴോ ബ്രഹ്മദേവൻ നീ ശൂദ്രപുത്രനായിട്ട് പിറക്കട്ടെ എന്ന് ശപിക്കുകയാണ്. അപ്പൊ ദാസീപുത്രനായിട്ട് പിന്നീട് ആ നാരദൻ ജനിക്കുകയാണ്. അങ്ങനെയുള്ള ആ നാരദ മഹർഷിക്ക് എന്ത് സംഭവിച്ചു? സത്സംഗത്തിന് അവസരം ഉണ്ടായി. അങ്ങനെ സാധു സംസർഗ ഫലമായിട്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രനായിട്ട് തീരുകയും ചെയ്തു. അതാണ് കഥ. നമ്മളിവിടെ പലകുറി വിശദീകരിച്ചിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം വാസ്തവത്തിൽ സത്യലോകത്തിരുന്ന ആളുകളാണ്. വൈശികമായ വാസന കൊണ്ട് അധപതിച്ച് ഭൂമിയിൽ എത്തിയിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദ്ഗുരുവിൽ നിന്നും ഉപദേശത്തെ സ്വീകരിച്ച് അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ചിത്തശുദ്ധി നേടി സത്യലോകത്തെത്തി ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായി തീരും. അപ്പൊ എന്താ ഇവിടെ ഈ ബ്രഹ്മദേവൻ? മനസ്സാണ് ബ്രഹ്മദേവൻ. അപ്പൊ അതുകൊണ്ട് ഉപശമശീലം കൊണ്ട് സത്വഗുണത്തെയും അതിവർത്തിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് തീരും. അതാണ് അറിയേണ്ടത്. അപ്പോ സപ്തമസ്കന്ധത്തിലെ വിഷയങ്ങളെല്ലാം രാജസൂയ സദസ്സിൽ വെച്ച നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നതാണ്. ഊർജസ്വലമായ പ്രവൃത്തി, ശാന്തമായ നിവൃത്തി, ഇങ്ങനെ 2 ധർമ്മമാണ് വൈദിക കർമ്മത്തിലുള്ളത്. പ്രേയോമാർഗം സംസാരത്തിനും നിവൃത്തിയുടെ മാർഗമായ ശ്രേയോമാർഗം മോക്ഷത്തിനും കാരണമാണ്. അപ്പോ വാസ്തവത്തിൽ ഇല്ലാത്തതായ ജീവബലം ജഗദ്ഭേദം ഭ്രമത്താൽ ഉള്ളതായിട്ട് തോന്നുകയാണ്. ഈ ജീവഭേദവും ജഗദ്ഭേദവും ഉണ്ടല്ലോ. ജീവൻ വേറെയാണ്, ലോകം വേറെയാണ്. അത് വാസ്തവത്തിൽ ഭ്രമമാണ്. അപ്പൊ ഇവിടെ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഉള്ള ഭ്രാന്തി മാത്രമാണ് ഈ പ്രപഞ്ചം, ലോകം എന്നറിയണം. ഈ ഭ്രാന്തി നിലനിൽക്കും കാലത്തോളം ശാസ്ത്രത്തിലെ വിധി നിഷേധങ്ങളുമുണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്നുള്ള വിധി നിഷേധങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വർണ്ണാശ്രമധർമ്മത്തെ ഈശ്വര പൂജയ്ക്കായിട്ട് ഭഗവത് നാമത്തെ ജപിച്ചും ഈശ്വരന്റെ രൂപത്തെ ധ്യാനിച്ചും അനുഷ്ഠിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകുകയും പരമഹംസ അവസ്ഥയെ ബോധിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യാം. ഇതിന്റെ ഈ മോക്ഷത്തിന് ആവശ്യമായ ഒരു സംക്ഷിപ്തം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത് കർമ്മം കർമ്മത്തിൽ നിന്നും നിവർത്തിക്കാൻ, പഠിപ്പ് വീണ്ടും പഠിക്കാതിരിക്കാൻ, ഭോഗം മോക്ഷത്തിന് വേണ്ടി, ധർമ്മം ധർമ്മത്തിന് വേണ്ടിയും, ഭജനം ഭജിക്കാനായിട്ട് മാത്രവും അനുഷ്ഠിക്കണം. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഇല്ലാത്തതായ ബന്ധമോക്ഷങ്ങൾ മനസ്സിന്റെ വെറും കൽപ്പന മാത്രമാണ്. പരമാർത്ഥത്തിൽ ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ട് വർണ്ണാശ്രമത്താൽ, വർണ്ണാശ്രമ ആചാരധർമ്മത്താൽ മനോനാശവും വാസനാക്ഷയവും സംഭവിക്കും. അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മത്തെ നിഷ്കാമമായിട്ട് ഈശ്വര പൂജയായിട്ട് അനുഷ്ഠിക്കുമ്പോൾ കൈവരുന്ന ചിത്തപ്രസാദത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ പരമപുരുഷാർത്ഥമായ മോക്ഷലാഭത്തിന് വേണ്ടിയിട്ട് സ്വാമി നിജാനന്ദ സരസ്വതിയായ ഞാന്
പണ്ട് ഈ ഭാഗവത സപ്താഹയജ്ഞങ്ങളൊക്കെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ഗുരുകുലത്തിങ്കിൽ ശിവാനന്ദാശ്രമത്തില് ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് അവിടുത്തെ സോവിനീറിൽ 7-ാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഇടക്കാലത്ത് ഞാൻ കഴിഞ്ഞ വർഷം അവസാനം ഒരു സ്ഥലത്ത് ചെന്ന് നടത്തിയ ആ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ചാതുർവർണ്ണ്യത്തിന്റെയും അതുപോലെ 4 ആശ്രമത്തിന്റെയും ധർമ്മം എന്താണെന്നും നമ്മളിവിടെ ഈ സദാചാരധർമ്മത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആയതുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 7-ാമത്തെ സ്കന്ധത്തെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനിയും നമുക്ക് ആ വർണ്ണ എന്ന് വെച്ചാൽ 4 വർണ്ണം, 4 വർണ്ണത്തിന്റെയും ചതുർവർണ്ണത്തിന്റെയും അതുപോലെ 4 ആശ്രമത്തിന്റെയും ധർമ്മം ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ആചരിക്കാം എന്നുള്ള ആശയത്തെ ആലോചിക്കുവാൻ ആരംഭിക്കാം.